കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 19. നമ്മൾ 14-ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ ജ്ഞാനം എന്താണെന്ന് പറയുകയാണ്. ശരിക്കും ജ്ഞാനം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഈ ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരെയുള്ള ഉറുമ്പ് അടക്കം ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പം കൂടിയും അടങ്ങുന്ന ഈ പ്രപഞ്ചം വെറും 28 തത്വങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതാണെന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ 28 നമ്മൾ തത്വം പറഞ്ഞുല്ലോ ഇതിൽ അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇതിലേ. പിന്നെ ഈ ഉപദേശത്തിൽ ഗീതയിലൊക്കെ പറയൂലേ എപ്പോഴും പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പിന്നെ ശബ്ദസ്പർശ രൂപ രസ ഗന്ധായിട്ടുള്ള തന്മാത്രകൾ, സട്ടിൽ എലിമെൻറ്റ്സ്, ഇത് 9. പിന്നെ 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, മനസ്സ്. അപ്പോൾ 11 9 20 പിന്നെ 5 പഞ്ചമഹാഭൂതങ്ങൾ, ആകാശം, വായു, പഞ്ചഭൂതങ്ങൾ. അപ്പോൾ 25 പിന്നെ 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണം. ഇതാണ് 28 തത്വങ്ങൾ അടങ്ങണതാണ് ഈ പ്രപഞ്ചം. ഇനി ഈ 28 തത്വങ്ങളിലും ബ്രഹ്മമാണ് വിളങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് ബ്രഹ്മം തന്നെയാണ് ഈ 28 തത്വങ്ങളായിട്ട് പ്രകാശിക്കുന്നത്, വേറൊന്നുമല്ല. ഏതുപോലെ സ്വർണം തന്നെയാണ് പല ആഭരണങ്ങളായി നമ്മൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മണ്ണ് തന്നെയാണ് മൺപാത്രങ്ങളായി കാണപ്പെടുന്നത്. അതുപോലെ ഈ ബ്രഹ്മം ഒന്ന് മാത്രമാണ് ഈ 28 തത്വങ്ങളുമായി പ്രകാശിക്കുന്നത്. അപ്പോൾ ബോധരൂപമായി, അഖണ്ഡ ബോധരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ ഇതിലെല്ലാറ്റിലും കാണുക. ഇതന്നെയാണ് അത്രേ. ഇതിലെല്ലാറ്റിലും അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിനെ കാണുന്നതാണ് ജ്ഞാനം. ഇനി വിജ്ഞാനം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോണേ. ഇതിൽ ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു. അപ്പം ജ്ഞാനം എന്താണെന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു വാക്കുകളിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ വാക്കുകൾ കൂടി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 28 തത്വങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം. അതിൽ ഓരോന്നിലും ബ്രഹ്മം തന്നെയാണ് പ്രകാശിച്ച് നിൽക്കണത്. ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് അറിയുന്നതാണ് ജ്ഞാനം. അതാണ് നമ്മൾ 14 പറഞ്ഞത്. ഇനി 15 വിജ്ഞാനം എന്താണെന്ന് പറയാൻ കേട്ടോ. അത് അനുഭവമാവണതാണ് വിജ്ഞാനം എന്ന് നമ്മൾ മുമ്പേ വളരെ ജനറലായിട്ട് പറഞ്ഞുല്ലോ. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നമുക്ക് വായിച്ചു നോക്കാം. ഏതദേവ ഹി വിജ്ഞാനം ന തഥൈകേന യേന യദ് സ്ത്യുത്പത്യപ്യയാൻ പശ്യേത് ഭാവാനാം ത്രിഗുണാത്മനാം. നമുക്ക് 15-ന്റെ വാക്കിൻ്റെ അർത്ഥം നോക്കാം. യദ് എങ്ങനെ, ഏകേനായേന ഏകമായിരിക്കുന്ന ഒന്നിനാൽ, ഇത് മുഴുവൻ അതിന്ന് ഉണ്ടായുവോ? ഏകേന ഒറ്റ കാര്യത്തിന് ഇതൊക്കെ. തഥ അങ്ങനെ, ന പശ്യേത കാണരുത്. ഇതിന്നൊക്കെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി എന്നല്ല നമ്മൾ കാണേണ്ടത്. എന്താണ്? ഇതൊക്കെ അതന്നെയാണ് എന്ന് കാണണം. ഏതത് ഏവ ഇതുതന്നെയാകുന്നു വിജ്ഞാനം, ശാസ്ത്രജ്ഞാനം എന്നത്. ഹി നിശ്ചയം സ്ഥിത്യുൽപത്യപ്യയാൻ സൃഷ്ടിസ്ഥിതി സംഹാരം ഇവകളെ ത്രിഗുണാത്മനാം ഭാവാനാം സത്വരജസ്തമോ ഗുണങ്ങളായ സസ്തുരജസ്തമ ഗുണങ്ങളുടെയാണെന്ന് പശ്യേത് അന്വേഷിച്ച് അറിയണം. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിതിങ്ങനെ ഒന്ന് ശരിക്കും പറയാച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട്. എന്താ വെച്ചാൽ എപ്പോഴാണ് ഒരേ ഒരു ഭാവം കൊണ്ട് നമ്മളെ ഇതിലെല്ലാം ആ ബ്രഹ്മാണ്, ഇതിലൊക്കെ ബ്രഹ്മം എന്നും കൂടിയും പറഞ്ഞാൽ പോരാ. അല്ല, ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ബ്രഹ്മം തന്നെയാണെന്ന്. ഇത് ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെന്നല്ല, ഇത് ബ്രഹ്മം തന്നെയാണ്. അതായത് സ്വർണത്തിൽ നിന്ന് ഉണ്ടായതാണ് ആ വളകൾ എന്നല്ല നമ്മൾ കാണേണ്ടത്. ഇത് സ്വർണം തന്നെയാണെന്ന് കാണണം.
അങ്ങനെ ആ ഏകഭാവത്തെ മാത്രം കാണുന്നു. ഓ, ഇത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ വളയും മാലയും പിന്നെ എന്താണ് പറയുക, മോതിരവും ഒക്കെയാണ് എന്ന് കാണുന്നതിന് പകരം ഓ, ഇതൊക്കെ സ്വർണം തന്നെയാണ്, അങ്ങനെ ഏകഭാവത്തെ മാത്രം കണ്ടുവച്ചാലാണ് വിജ്ഞാനമാവണം. ആദ്യം നമ്മൾ ജ്ഞാനം എന്താ പറയണത്, ഇത് മുഴുവൻ ബ്രഹ്മം തന്നെയാണ് എന്നിങ്ങനെ ജനറലായിട്ട്. പക്ഷെ വിജ്ഞാനം എന്താണ്, അത് കാണുമ്പോൾ നമുക്ക് അതേ ഓർമ്മ വരാവൂ. ഇതും ബ്രഹ്മാണ്, ഇതും ബ്രഹ്മാണ്. അതായത് ഓ, ഇത് സ്വർണ്ണമാണ്, അതിൽ വലിയതൊന്നുമില്ല, സ്വർണം തന്നെയാണ്, സ്വർണം തന്നെയാണ്, സ്വർണം കൊണ്ടൊരു വള എന്നുള്ളത് പോരാന്ന്. ഓ, ഇത് സ്വർണം തന്നെയാണ്, ഇതൊക്കെ സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും അല്ല എന്നുള്ള ആ ഒരു ഒരു ഉറപ്പും അറിവുമാണ് വിജ്ഞാനി. ഇത് മുഴുവൻ ആ ഏകഭാവം മാത്രം എല്ലാറ്റിലും അത് ബ്രഹ്മം തന്നെയാണെന്ന് കാണാൻ സാധിച്ചാൽ ആദ്യം അറിയാണ് ഇതിലൊക്കെ ബ്രഹ്മം തന്നെയാണെന്ന്. പിന്നെ എന്താ വെച്ചാൽ ബ്രഹ്മത്തിനെ മാത്രമേ എല്ലാറ്റിലും കാണുന്നുള്ളൂ, അനുഭവമായിട്ട് വരികയാണ്. അതാണ് വിജ്ഞാനം. അതായത് പരോക്ഷജ്ഞാനത്തിൽ പിന്നെ പ്രത്യക്ഷ ജ്ഞാനം വേണേ. സത്യമല്ലെന്നറിഞ്ഞാലും നമുക്ക് സത്യമല്ല എന്നൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് തോന്നണ പോലെ സത്യമൊക്കെ അല്ലാന്ന് അറിയാം, പക്ഷെ നമുക്ക് ആ നാനാത്വഭാവം മനസ്സിലുണ്ട്. സത്യമല്ല എന്നറിയാം, അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ അപരോക്ഷജ്ഞാനത്തിൽ എന്താ വെച്ചാൽ ആ നാനാത്വ രൂപം പോലും ബ്രഹ്മം മാത്രമേ കാണുള്ളൂ അവർ, വിജ്ഞാനമുള്ളവർ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണർന്നാലും നമുക്ക് സ്വപ്നത്തിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് നമ്മൾ സ്വപ്നത്തിലാണ് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതാണ് അനുഭവം. അപ്പം വിജ്ഞാന ജ്ഞാനവും വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പരോക്ഷവും അപരോക്ഷവും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അറിയാം നമുക്ക്. ഇപ്പോൾ നമുക്കൊക്കെ ഉള്ള പോലെ നമ്മളിത് വായിക്കേണ്ട, നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം ഞാൻ ആത്മാവാണെന്നൊക്കെ, അല്ലേ, ദേഹമല്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് വിജ്ഞാനമില്ല, അനുഭവമായിട്ടില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം ഞാൻ പറയാൻ പാടുള്ളൂ, എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും പരോക്ഷവും അപരോക്ഷവും എന്നും പറയാം. അപരോക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്ക് ബ്രഹ്മല്ലാതെ അവരിവിടെ ഒന്നും കാണുന്നില്ല. ബ്രഹ്മമാണെന്ന് അറിയുക മാത്രമല്ല, അത് അനുഭവം തന്നെയാണ്. എന്നിട്ട് പിന്നെ ഒന്നും കൂടിയും പറയണ്ട കേട്ടോ. ഈ ത്രിഗുണാത്മകങ്ങളായ, അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ അടങ്ങിയ കാര്യങ്ങൾക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളുള്ളതിനൊക്കെ സൃഷ്ടിസ്ഥിതി നാശമുണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാരമുണ്ട്. സർവ്വകാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിനും ശരിക്കും ഈ ഗുണങ്ങളിൽ നിന്നുണ്ടായതാണല്ലോ. ഗുണങ്ങൾ ക്ഷോഭിച്ചിട്ടാണല്ലോ മായ ക്ഷോഭിക്കുമ്പോൾ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ തെറ്റിയിട്ടാണല്ലോ മഹത്വത്വം ഉണ്ടാവണേ. മൂലകാരണം ഭഗവാന്റെ പ്രകൃതി പുരുഷൻ്റെ ആ ബ്രഹ്മം അല്ലെങ്കിൽ പുരുഷൻ്റെ നോട്ടം കൊണ്ടാണ്. പക്ഷേ പിന്നത്തെ കാരണം അപ്പോൾ ഈ ത്രിഗുണങ്ങളുള്ളതിനൊക്കെ ത്രിഗുണ സഹിതമായിട്ടുള്ള എല്ലാറ്റിനും സൃഷ്ടിസ്ഥിതി സംഹാരം ഉണ്ടെന്നും കൂടി നമ്മൾ അറിയണം. അതൊരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന് വിജ്ഞാനം എന്താന്ന് പറഞ്ഞു. വിജ്ഞാനം എന്താ വെച്ചാൽ എല്ലാറ്റിലും ബ്രഹ്മം ഉണ്ട് എന്നറിയുന്നത് ജ്ഞാനം. എല്ലാറ്റിനെയും ബ്രഹ്മം തന്നെ ആയി കാണുന്നത്, വേറൊന്നും കാണുന്നില്ല. അതാണ് വിജ്ഞാനം. അതായത് നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നോ യുക്തിവിചാരം കൊണ്ടോ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് എല്ലാം ബ്രഹ്മമാണെന്ന് അറിയൽ ഒന്ന്. ആ അറിവ് അനുഭവമാണത് വിജ്ഞാനം എന്നാണ് അതിൽ പറഞ്ഞത് കേട്ടോ. ഏതദേവ ഹി വിജ്ഞാനം ന തഥൈകേന യേന യദ് സ്ഥിത്യുത്പത്യപ്യയാൻ പശ്യേത് ഭാവാനാം ത്രിഗുണാത്മനാം. ത്രിഗുണം ഉള്ളതിന് ഈ 3 ഗുണങ്ങൾ ഏതുണ്ടെങ്കിലും എല്ലാറ്റിലും 3 ഉണ്ടാവും. ഇനിയല്ല ഈവൻ സത്വഗുണം പൂർണ്ണമാണെങ്കിൽ പോലും അതിന് അവസാനമുണ്ട്. അപ്പോൾ നോക്കൂ, ഭഗവാനൊക്കെ ഓരോ അവതാരം സത്വഗുണം പൂർണ്ണാവതാരമായിട്ട് എടുത്താലും അത് ആ എടുത്ത ദേഹം കളയുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഗുണങ്ങളുള്ളിടത്ത് മുഴുവൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരമുണ്ട്. 16 ആദാവന്തേ ച മധ്യേ ച സൃജ്യം യദന്യുയാത് പുനസ്തത് പ്രതി സംക്രാമേ യച്ഛിഷ്യേത തദേവ സത്ത്. 16 ആദൗ ചാൽ ആദ്യം സൃഷ്ടിയിലെ, അന്തേച്ച അവസാനത്തിലും കാരണമായ, മധ്യേച്ച ഇടയിലും ഉള്ള, സൃജ്യാത് ഒരു കാര്യത്തിൽ നിന്നും, സൃജ്യം മറ്റൊരു കാര്യത്തിൽ,
യദ് അന്വയാത് ഏത് തുടരുന്നുവോ തത്പ്രതി സംക്രാമേ അവളെ നശിക്കുമ്പോൾ അവളുടെ നശിക്കുമ്പോൾ യദ് ശിഷ്യത എന്ത് അവശേഷിക്കുന്നുവോ തദ് ഏവ അതുതന്നെയാണ് സത്യം. അതായത് ചുരുക്കത്തിൽ ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി കഴിഞ്ഞതിന് ശേഷവും സംഹാരത്തിന് ശേഷവും ഏതാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് അത് മാത്രമേ സത്യമുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ചുരുക്കം. ഇപ്പം നമുക്ക് നോക്കാം. അതായത് ആദിയും മധ്യവും അന്തവും, അതായത് ഒരു തുടക്കമുണ്ട്, പിന്നെ കുറച്ച് മധ്യമുണ്ട്, പിന്നെ അവസാനമുണ്ട്. അങ്ങനെ ഉള്ള അതിനൊക്കെ നാശമുണ്ട്. ആ നാശം കഴിഞ്ഞ് എന്തവശേഷിക്കുന്നുവോ അത് മാത്രമേ സത്യമുള്ളൂ. സൃഷ്ടിക്ക് മുമ്പ് എന്തുണ്ടായിരുന്നുവോ അത് കഴിഞ്ഞ് സംഹാരത്തിന് ശേഷം എന്തവശേഷിക്കുന്നുവോ അത് മാത്രമേ സത്യമുള്ളൂ, അല്ലേ? ആദ്യം മധ്യവും അവസാനങ്ങളിൽ ഉള്ളതിന് മുഴുവൻ നാശമുണ്ട്. ആ നാശം കഴിഞ്ഞ് നശിക്കാതെ ഇരിക്കുന്നതാണ് സത്ത്, അല്ലേ? ഇപ്പോൾ പിന്നെ കുറേ മൺപാത്രങ്ങളുണ്ടെങ്കിൽ ആ മൺപാത്രങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ പൊട്ടിപ്പൊടിഞ്ഞാൽ മണ്ണ് മാത്രം അവശേഷിക്കില്ലേ? മൺപാത്രം ഉണ്ടാക്കണതിൻ്റെ മുമ്പേ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ സർവ വസ്തുക്കളിലും, അല്ലെങ്കിൽ കാര്യം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പ്രപഞ്ചത്തിനെയാണ് നമ്മളെപ്പോഴും കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മായ. സർവറ്റിലും സച്ചിദാനന്ദം മാത്രം അവശേഷിക്കുന്നു. അതുകൊണ്ട് ഈ സച്ചിദാനന്ദം മാത്രമാണ് സത്യം എന്ന് പറയുകയാണ്. എന്തും നശിക്കുന്നത് ഒന്നും സത്യമല്ല. ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും സത്യമല്ല. പക്ഷേ ഉണ്ടാവുന്നതിനും നിലനിൽക്കുന്നതിനും നശിക്കുന്നതിനും മുമ്പ് എന്തുണ്ടായിരുന്നുവോ ഈ നാശത്തിന് ശേഷം എന്തുണ്ടോ അതാണ് സത്യം എന്നാണ് പറയണത്. അത് നിത്യസത്യമായിട്ടുള്ളത് മാത്രമേ സത്യമുള്ളൂ, അല്ലേ? സൃഷ്ടിക്കപ്പെടുന്നതിലും സൃഷ്ടിക്കപ്പെടാത്തതിലും, അത് സൃഷ്ടിക്കപ്പെട്ടില്ല, ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ഏത് ശക്തിയാണ് വിട്ടുപോവാണ്ട് നിൽക്കണത്? അതുപോലെ എന്താണ് പ്രളയത്തിന് ശേഷം അല്ലെങ്കിൽ നാശത്തിന് ശേഷം അവശേഷിക്കുന്നത് അത് മാത്രമാണ് സത്യം. അതാണ് നമ്മൾ പറയുന്ന അഖണ്ഡബോധം ഓർ ബ്രഹ്മം എന്ന് പറയണത്. ഇതിനാണ് നമ്മൾ ഒരിക്കലും നശിക്കാത്തത്. അപ്പോൾ നമുക്കത് മണ്ണിൻ്റെ ഉദാഹരണമോ സ്വർണത്തിൻ്റെ ഉദാഹരണമൊക്കെ എടുത്താൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഈസിയറായിട്ട് തോന്നും, അല്ലേ? എന്താ വെച്ചാൽ മൺപാത്രങ്ങൾ കുറേ ഉണ്ടാക്കി ആ മൺപാത്രങ്ങളൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉടഞ്ഞു പോയാൽ വെറും മണ്ണാവില്ലേ? അതേപോലെ സ്വർണ്ണം അങ്ങനെയാണ്. അപ്പം മൺപാത്രമൊക്കെ ഉണ്ടാക്കണതിൻ്റെ മുമ്പ് അവിടെ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൺപാത്രമൊക്കെ പോയാലും പിന്നെ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ശരിക്ക് നിത്യവും സത്യവുമായിട്ടുള്ളത് മണ്ണ് മാത്രമേ ഉള്ളൂ. അതേപോലെയാണ് ബ്രഹ്മത്തിൽ നിന്ന് നാമരൂപങ്ങളൊക്കെ ആയിട്ട് അനവധി സാധനങ്ങൾ ഉണ്ടാവണു. എല്ലാറ്റിലും 28 തത്വമാണ്. എന്തൊക്കെയോ ഉണ്ടാവണു, അതൊക്കെ നശിക്കുന്നു. നശിച്ച ആദ്യ ബ്രഹ്മം തന്നെ. അതാണ് ആ നിത്യസത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 17 ഇപ്പം നമ്മളല്ല 16 ചെയ്തല്ലേ? അതെ, 16 ചെയ്ത. അപ്പം നമുക്കിനി 17 ചെയ്യാം കേട്ടോ. ആദവന്തേ ച മധ്യേ ച സൃജ്യം യദന്വിയാത് പുനസ്തത് പ്രതി സംക്രാമേ യച്ഛിഷ്യേത് തദേവ സദ്. അതാണ് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ശേഷിക്കണു, അല്ലേ? അതായത് നേതി നമ്മൾ കുറേ പ്രാവശ്യം അതൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ഇതല്ല എന്ന് പറഞ്ഞ് അവസാനം മാറ്റി ഇനി ഒന്നും മാറ്റാനില്ലാതെ ഇതല്ല എന്ന് പറയാനില്ലാതെ എന്തവശേഷിക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്നല്ലേ വേദങ്ങൾ പോലും പറഞ്ഞത്, അല്ലേ? വേദങ്ങൾ പോലും അങ്ങനെ ഡിഫൈൻ ചെയ്തില്ല, അങ്ങനെ പറഞ്ഞുള്ളൂ. ഇനി വൈരാഗ്യത്തിനെ പറ്റി പറയുകയാണ് 17 18 കേട്ടോ. ശ്രുതി പ്രത്യക്ഷമൈതിഹ്യം അനുമാനം ചതുഷ്ടയം പ്രമാണേഷു അനവസ്ഥാനാദ്വികൽപാത് സ വിരജ്യതേ. 17 എന്താ നോക്കാം നമുക്ക്. പ്രമാണേഷു പ്രമാണങ്ങളിൽ ശ്രുതി പ്രത്യക്ഷം, ശ്രുതിയാണ് പ്രത്യക്ഷം. ഐതിഹ്യം അതായത് ഐതിഹ്യത്തിൽ, അനുമാനം, യുക്തി എന്ന ചതുഷ്ടയം 4 മുഖ്യമായ അനവസ്ഥാനാദി ഈ പ്രമാണങ്ങളിൽ, അതായത്
നിലനിൽക്കാത്തതുകൊണ്ട് വികൽപ്പാതി പ്രപഞ്ചത്തിൽ നിന്ന് സ ആ വിജ്ഞാനിക്ക് വിരജ്യതേ വൈരാഗ്യം സിദ്ധിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ, പരമാത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന വേദം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മണ്ണിൻ്റെയും കുടത്തിൻ്റെയും കാര്യം പറഞ്ഞാൽ മണ്ണ് മാത്രമേ സത്തുള്ളൂ. ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. ബ്രഹ്മം മാത്രമേ ശരിക്കുള്ളൂ, മണ്ണ് മാത്രമേ ശരിക്കുള്ളൂ. പിന്നെ ഈ എന്താണ് പിന്നെ വെള്ളി ഇനി അങ്ങനല്ല, 4 പ്രമാണങ്ങളും പ്രപഞ്ചത്തിൻ്റെ മിഥ്യയെ പറ്റിയിട്ട് നമ്മളെ മനസ്സിലാക്കി തരണതാണ് എന്നാണ് പിന്നെ പറയണത്. അപ്പോൾ ഈ പ്രമാണങ്ങൾ എന്താണെന്നൊക്കെ പറയട്ടോ. അതായത് ഈ പ്രമാണങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്നും ബ്രഹ്മം മാത്രമേ സത്യമുള്ളെന്നും മനസ്സിലായ ആളൊക്കെ വിരക്തി വരുള്ളൂ. അതാണ്. അതുവരെ വിരക്തി വരില്ല. നീ ഇത് സത്യമാണെന്ന് വിചാരിക്കേ. അതാണ് അത്. പിന്നെ ഈ ഒരു ശ്ലോകം വളരെ വിഷമം തോന്നി എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ എന്താണ് അവശേഷിക്കണ നാശത്തിന് ശേഷം, എന്താണ് ഉണ്ടായിരുന്നത് സൃഷ്ടിക്ക് മുമ്പ്, അതാണെന്ന് പറഞ്ഞല്ലോ. അതാണ് അഖണ്ഡബോധം എന്ന് പറഞ്ഞു. ശ്രുതി അതായത് വേദങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം, വലിയ വലിയ യോഗീശ്വരന്മാരുടെ വാക്കുകൾ, അല്ലെ, അതാണ് ഐതിഹ്യമൊക്കെ. ഇപ്പോൾ വ്യാസൻ്റെയൊക്കെ പുരാണോ ഐതിഹ്യമൊക്കെ വലിയ വലിയ പിന്നെ യോഗീശ്വരന്മാരുടെ വാക്കുകൾ, അല്ലെങ്കിൽ പിന്നെ വേദങ്ങൾ, പിന്നെ അവനവൻ്റെ അനുഭവം, പിന്നെ അനുമാനം, നമ്മൾ ഗസ് ചെയ്തിട്ടും യുക്തി കൊണ്ടും അനുമാനിക്കുക. ഇങ്ങനെ 4 പ്രമാണം കൊണ്ടും ബോധം മാത്രമാണ് സത്യം എന്ന് തെളിയുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഈ പലതും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ബ്രഹ്മത്തിൻ്റെ വിവിധ നാമരൂപങ്ങളാണ് എന്ന് ഒരു സത്യാന്വേഷി അറിഞ്ഞു കഴിഞ്ഞാൽ വിരക്തനായി. പിന്നെ കാരണം നിത്യം ഒന്നും ശാശ്വതമല്ല, സത്യമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാവാൻ ഉള്ള വേദങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം പലർക്കും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആപ്തവചനം എന്ന് പറയും. അതായത് യോഗീശ്വരന്മാരെ വലിയ ഇത് ഇങ്ങനെ ജ്ഞാനം കിട്ടിയവരുടെ അനുഭവം പറയല. അത് പിന്നെ നമ്മുടെ ഓൺ ശ്രമം കൊണ്ട് ഇത് ശരിയല്ല, ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ സമർത്ഥിക്കുക, ആലോചിച്ചിട്ട് മനനം ചെയ്തിട്ടും നിധ്യാസനം ചെയ്തിട്ടും. അങ്ങനെ 4 തരത്തിൽ നമുക്ക് ഈ അഖണ്ഡബോധം മാത്രമേ ഇവിടെ ഉള്ളൂ, ആ അഖണ്ഡബോധം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് തെളിയും. അങ്ങനെ ഈ നാനാത്വഭ്രമം ഒരു സത്യാന്വേഷിക്ക് ഇല്ലാതെ ആവുമ്പോഴാണ് വിരക്തി ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയാൻ പിന്നെ ഭഗവാൻ പറയണത്. അതായത് നാനാത്വബോധം ഇല്ലാണ്ട് ആയാലേ പൂർണ്ണമായിട്ട് വിരക്തി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ശരിയാണ്, നമുക്കിപ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിക്കാനും എല്ലാം ശ്രമിക്കും, അതിലത്തെ ദുഃഖവും സുഖവും അനുഭവിക്കും. പക്ഷേ ഇതൊന്നും സത്യമല്ലാന്ന് ശ്രുതിയിൽ നിന്നോ പ്രത്യക്ഷ അനുഭവത്തിൽ നിന്നും വലിയ യോഗീശ്വരന്മാരുടെ വാക്കുകളിൽ, ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും നമ്മുടെ ഓൺ എഫർട്ട് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് നമ്മളെ യുക്തി വിചാരം ചെയ്ത് തത്വവിചാരം ചെയ്യുമ്പോൾ ബോധ്യമായാലും എങ്ങനെയായാലും ഈ നാനാത്വത്തിൽ ഏകത്വം കണ്ടാൽ മാത്രമേ പൂർണ്ണ വൈരാഗ്യം വരുള്ളൂ എന്ന് പറയാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം, ചതുഷ്ടയം, 4 തരത്തിൽ നമുക്കതിനെ സത്യമാണ് തെളിയിക്കാൻ പറ്റും. എങ്ങനെ? ശ്രുതി പഠിച്ചാൽ പ്രത്യക്ഷാനുഭവത്തിൽ നിന്ന്, ഐതിഹ്യം ചപ്പം ഈ വലിയ ആൾക്കാർ യോഗീശ്വരന്മാരുടെ അവരുടെ അനുഭവവും ഉപദേശമൊക്കെ തരണത്, പിന്നെ അനുമാനം, ഇതുകൊണ്ടൊക്കെ. അതാണ് പറയുന്നത് ശ്രുതി, പ്രത്യക്ഷം, എങ്ങനെയായാലും ഈ പ്രമാണങ്ങൾ ഉപയോഗിച്ച പ്രമാണേഷു അനവസ്ഥാനാത് വികൽപ്പാത് എന്ന വിരജ്യത, ആ നാനാത്വത്തിൽ ഏകത്വം കാണാൻ സാധിക്കണം. അപ്പം നമുക്ക് വിരക്തി വരും. ഇനി 18 കർമ്മണം പരിണാമിത്വാദാവിരിഞ്ചാതമംഗലം വിപശ്ചിന്നശ്വരം പശ്യേദൃഷ്ടമഭിദൃഷ്ടവത്. എത്രയാണ്? 18.
അപ്പോൾ കർമ്മണാം പരിണാമിത്വാത്, കർമ്മങ്ങൾ പരിണാമം വന്ന് നശിക്കും. കർമ്മങ്ങൾ നശിക്കുന്നത് കൊണ്ട് ആവിരിഞ്ചാത് ബ്രഹ്മലോകം വരെ ഇരിക്കുന്ന അദൃഷ്ടം അപി കാണപ്പെടുന്നില്ലെങ്കിൽ, നമുക്ക് കാണില്ലെങ്കിലും ദൃഷ്ടവത് നേരിൽ കാണുന്ന പോലെ നശ്വരം നശിക്കുന്നു എന്നും അമംഗളം അതായത് ദുഃഖം നൽകുന്നതാണെന്നും അമംഗളം നൽകുന്നതാണെന്നും വിപശ്ചിത് ജ്ഞാനി പശ്യേത് അറിയണം. അങ്ങനെ വൈരാഗ്യം വന്ന ജ്ഞാനിക്ക് എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെ വേണം? ഇതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞല്ലോ. അതായത് നാനാത്വത്തിൽ ഏകത്വം ആണ്, ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് വൈരാഗ്യം വരണമെന്ന് പറഞ്ഞു നമ്മൾ. എന്നിട്ട് പിന്നെന്താ, കർമ്മം എപ്പോഴും നാശമുണ്ട്, പരിണാമം ഉണ്ടോ, നാശമുണ്ട് കർമ്മത്തിന്. കർമ്മം എവിടെയും നശിക്കും എന്നതുകൊണ്ട് ബ്രഹ്മാവ് മുതൽ നമ്മൾ കാണുന്ന ബ്രഹ്മാവിൻ്റെ താഴെയുള്ള, ബ്രഹ്മാവിൻ്റെ കീഴിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ദുഃഖപ്രദമാണ് എന്ന് കാണണം. അങ്ങനെ കണ്ടറിഞ്ഞിട്ടില്ലാത്ത, നമ്മളിതുവരെ അറിയില്ല, നമുക്ക് സ്വർഗ്ഗം കണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ബ്രഹ്മാവ് അടക്കമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ദുഃഖപ്രദമാണ്, അല്ലെങ്കിൽ അവസാനം നമുക്ക് അമംഗളം മാത്രം തരുന്നതാണ് എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും സ്വർഗ്ഗവും നരകമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വേറെ ഒരു ലോകവും കണ്ടിട്ടില്ല, മുകളിലുള്ള 6 ലോകവും കണ്ടിട്ടില്ല, താഴത്തുള്ള 7 ലോകം, നമുക്ക് ഈ ഭൂമി മാത്രമേ അറിയുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആ ലോകങ്ങളൊക്കെ നശ്വരവും അമംഗളപ്രദായകവും, അതായത് ഒരു നിത്യ സുഖം തരാത്തതും ആണെന്ന് ജ്ഞാനിക്ക് ബോധ്യമാവുന്നു എന്നാണ് പറയണത്. അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിൽ വൈരാഗ്യം വന്നാൽ, അങ്ങനെ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് കിട്ടുന്നതെല്ലാം നശിക്കുമെന്നും, അതായത് കർമ്മം കൊണ്ട് ചെയ്ത് കിട്ടുന്നതൊക്കെ കുറച്ച് കാലത്തൊക്കെ ഉള്ളൂ, എന്തും. അത് ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരെ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിനും ബാധകമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ പിന്നെ നമ്മൾ ഈ അറിയാത്ത ലോകങ്ങൾ, സ്വർഗം, നരകം, പിന്നെ എന്താ പറയുക, മഹർലോകം, ജനലോകം, സത്യലോകം, അതിലത്തെയൊക്കെ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. കാരണം ബ്രഹ്മാവല്ലേ ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ. ബ്രഹ്മാവ് അടങ്ങുന്ന ഈ പ്രപഞ്ചം ദുഃഖം തരുന്നതാണെന്ന് അങ്ങോട്ട് മനസ്സിലായാൽ പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളും അറിയാത്ത ലോകങ്ങളെപ്പറ്റി അറിയൊന്നും വേണ്ട. ഈ കാണുന്ന പ്രപഞ്ചം, കാണാത്ത പ്രപഞ്ചവും കാണുന്നതിനത് ബാധകമാണ്. അപ്പോൾ പിന്നെ കാണാത്ത പ്രപഞ്ചത്തിനും അത് ദുഃഖരൂപി തന്നെയാണ് എന്ന് ജ്ഞാനിക്ക് മനസ്സിലാവും. വൈരാഗ്യം വന്നൊരു ജ്ഞാനിക്ക് ഇവിടെ നിത്യസത്യമായിട്ടും നിത്യസുഖം നൽകുന്നതായിട്ടും ഈ ബ്രഹ്മലോകത്തിലിരിക്കണ ബ്രഹ്മാവ് തൊട്ട് ഈ 14 ലോകങ്ങളിലുമുള്ള ഒരു ജീവികൾക്കും നിത്യസുഖം ഇല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മൾ കാണാത്ത ലോകങ്ങളിലത്തും അവസ്ഥ തന്നെയാണെന്ന് ഒരു ജ്ഞാനിക്ക് മനസ്സിലാവും എന്നാണ് 18 പറഞ്ഞത്. കർമ്മണം പരിണാമിത്വാദാവിരിഞ്ചാത മംഗളം വിപശ്ചിന്നശ്വരം പശ്യേത് അദൃഷ്ടമഭി ദൃഷ്ടവത്. അത് എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അറിയാത്തതും ഒക്കെ അറിഞ്ഞതും ഒക്കെ, എനിക്കറിയില്ല, ഞാൻ സ്വർഗത്തിൽ പോയിട്ടൊന്നുമില്ല, പക്ഷെ അതും നശ്വരാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ഞാനെനിക്കറിയാം. ഇനി 19 കേട്ടോ. ഇനി ഭക്തിയോഗത്തിനെ പറ്റി പറയാൻ പോവുകയാണ്. ഭക്തിയോഗ പുരൈവോക്ത പ്രിയമാണായ തേനഖ, പ്രിയം എന്നുണ്ട് കേട്ടോ, പ്രിയമാണായ തേനഖ പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തേഹേ കാരണം പരം. ഈ ഭക്തി പറ്റി പറയാം. ഭഗവാൻ എപ്പോഴും അതിലേക്ക് വരും. എത്രയോ അതിനു മുമ്പ് പറഞ്ഞിട്ടേ, അനഘ പാപമില്ലാത്ത ഉദ്ധവ ഭക്തിയോഗ, ഭക്തിയോഗം എന്നത് തേ നിനക്ക് മുമ്പ് ഉക്ത ഏവ, ഞാൻ കുറച്ചൊക്കെ ഭക്തിയോഗത്തിനെ പറ്റി നിനക്ക് പറഞ്ഞു തന്നൂലോ. പ്രിയമാണായ, ഭക്തിയോഗത്തിൽ വളരെ ഇഷ്ടമുള്ള നിനക്കത് ആ ഭക്തിയോഗം വളരെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഭക്തിയോഗത്തിനെ പറ്റി നിനക്ക് പറഞ്ഞു തന്നു. നിനക്ക് വളരെ ഇഷ്ടമാണ് ഭക്തിയോഗം എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിനക്ക്
മൽ ഭക്തേഹേ എൻ്റെ ഭക്തിക്ക് പരം കാരണം, പ്രധാനമായിട്ട് എൻ്റെ ഭക്തിക്ക് വേണ്ട കാരണത്തിന് എന്താണ് എൻ്റെ ഭക്തിക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വീണ്ടും കഥയിഷ്യാമി, ഞാൻ ആദ്യം വിസ്തരിച്ച് പറയാം. അത് നമുക്കും വളരെ ഉപകാരം അല്ലേ. നമുക്കതൊക്കെ പറ്റുള്ളൂ. ഭക്തിയാണ് ഏറ്റവും സാധാരണക്കാർക്ക് എളുപ്പമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മുമ്പേ അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ പറയണത്? ഉദ്ധവ, ഞാൻ ഭക്തിയെ പറ്റിയിട്ട് നിനക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഭക്തിയോഗത്തിനെ പറ്റിയിട്ട് ഭക്തിയോഗത്തിനെയും ഭക്തി ഉണ്ടാവാനുള്ള മുഖ്യ കാരണത്തിനെയും പറ്റി ഞാൻ നിനക്ക് ഇനി വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ഭക്തിയുടെ പരമകാരണം ഞാൻ ഒരിക്കൽ കൂടി പറയാമെന്നാണ്. ഇനി ഭക്തിക്കുള്ള കാരണം പറയാണ്. അപ്പോൾ നമുക്ക് എത്രയും സമയം നോക്കട്ടെ കേട്ടോ. 25 അപ്പോൾ നമുക്കിവിടെ നിർത്താം കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഒരു 4-5 ശ്ലോകം ഒന്നിച്ചാണ് ഈ ഭക്തിയുടെ കാര്യം പറയണത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. 18 വായിച്ചിട്ട് കർമ്മണാം പരിണാമിത്വാ അത് വായിച്ചു അല്ലേ. അപ്പം നമുക്കിവിടെ നിർത്താം. എന്നാൽ നാളെ നമുക്ക് ഈ ഭക്തിയോഗത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പറയണത് നമുക്ക് ശ്രദ്ധയോടുകൂടി കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.